നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു തീരുമാനം അത് ഇന്നുണ്ടായിരിക്കും. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് വൈദ്യുതി നിരക്ക് കൂട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. എന്താണെങ്കിലും വൈദ്യുതി നിരക്ക് കൂട്ടും എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണമൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്ന് എന്താണേലും അതിലൊരു തീരുമാനം വരും. യൂണിറ്റിന് നിലവിൽ 10 പൈസ മുതൽ 20 പൈസ വരെ കൂട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ ഇന്ന് കാണുന്നുണ്ട്. VS അനുരാഗ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനുരാഗ്, അപ്പോൾ ഇന്നൊരു തീരുമാനം എത്തുമല്ലേ? ഇന്ന് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ തീരുമാനം ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 5ാം തവണയായിരിക്കും വൈദ്യുതി നിരക്ക് കൂട്ടാൻ പോകുന്നത്. ഇത്തവണ 6% താഴെയായിരിക്കും വർധന ഉണ്ടാവുക. അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറഞ്ഞതും അതുപോലെ വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയതുമാണ് KSEBയുടെ അധിക ബാധ്യതയ്ക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യുതി ബോർഡ് ഏറ്റവും കുറഞ്ഞത് 30 പൈസയുടെ വർധനയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ 6% താഴെയായിരിക്കും വർധന. അതായത് യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെയായിരിക്കും കൂടുന്നത്. പ്രതിമാസം 50 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവരെ വർധനയിൽ ഒഴിവാക്കിയേക്കുമെന്നും തീരുമാനമുണ്ട്. ജലവൈദ്യുതോൽപാദനം കുറഞ്ഞതും ഉപഭോഗം കുതിച്ചുയർന്നതുമാണ് KSEBയുടെ ബാധ്യത കൂട്ടിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈദ്യുതി ഉപയോഗത്തിൽ നിലവിലെ റെക്കോർഡ് ഈ വർഷം മെയ് 3-നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 115.94 ദശലക്ഷം യൂണിറ്റ് അന്ന് കേരളം ഉപയോഗിച്ചപ്പോൾ അതിൽ 93.13 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുകയായിരുന്നു. മെയ്യിൽ ആദ്യ ദിനങ്ങളിൽ 90 ദശലക്ഷം യൂണിറ്റിന് മേൽ വൈദ്യുതി വാങ്ങേണ്ടി വരികയും ചെയ്തു. എന്തായാലും വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതിനാൽ ജലവൈദ്യുതി പദ്ധതികളുടെ അണക്കെട്ടുകളിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞത് ഈ ജലവൈദ്യുതോൽപാദനം കുറയ്ക്കാനും കാരണമായി. എന്തായാലും നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തീരുമാനമുണ്ടാകും. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്യും. എന്തായാലും വൈകിട്ടിന് മുൻപ് തന്നെ വൈദ്യുതി നിരക്ക് കൂട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയാൻ സാധിക്കും. ശരി.